ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളെ നത്തിങ്ങിൻ്റെ പുതിയ OS അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ 4A സീരീസുകൾക്കും 4A Pro സീരീസുകൾക്കും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 4A Pro ആണ്. അപ്പോൾ 4A സീരീസുകൾക്ക് വന്നിരിക്കുന്നതും 4A Pro സീരീസുകൾക്ക് വന്നിരിക്കുന്നതും അപ്ഡേറ്റ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. 4A Pro സീരീസുകൾക്കുള്ള അപ്ഡേറ്റിൽ അത്യാവശ്യം നല്ല പോലെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇത് ഇന്നലെ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ നത്തിങ്ങിൻ്റെ 4A Pro. അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നലെയാണ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 24 hour ടൈം ആവാറായിട്ടുണ്ട്. ഇപ്പോൾ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 700 MB ആ റേഞ്ചിൽ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഇതിൽ നമ്മുടെ ആൻഡ്രോയിഡ് 16 സെക്യൂരിറ്റി പാച്ച് മാർച്ച് 2026 അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി അൺബോക്സ് ചെയ്തപ്പോൾ ജനുവരി 2026 ആയിരുന്നു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. അതിപ്പോൾ മാർച്ച് അപ്ഡേറ്റിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സീരീസുകൾക്കൊക്കെ എല്ലാ മാസം അപ്ഡേറ്റ് വരാൻ ചാൻസ് കുറവായിരിക്കും. 2 മാസത്തിലായിരിക്കും. നമ്മുടെ സാംസങ്ങിൻ്റെ ഒക്കെ പോലെ സാംസങ്ങിൻ്റെ മിഡ് റേഞ്ച് സീരീസിൽ അങ്ങനെയാണല്ലോ. അതേപോലത്തെ പരിപാടിയിലായിരിക്കും ഇത് വരാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഒറ്റയടിക്കാണ് ജനുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് ആയത്. അപ്പോൾ ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നതിൻ്റെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ് OS B4.1/260/323/160/35 എന്ന് പറഞ്ഞൊരു സാധനമാണ് വന്നേക്കുന്നത്. ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് ആയെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം വന്നിങ്ങനെ ചേഞ്ചസ് പറയുന്നത് ഗ്ലിഫ് ഇൻ്റർഫേസിലാണ്. അറിയാലോ, ഇതിൽ മാത്രമായി ഗ്ലിഫ് ഇൻ്റർഫേസിൽ ഈ സാധനം പറയണം. ഗ്ലിഫ് ഇൻ്റർഫേസ് ഇതിൽ നമുക്ക് എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ് ഹാസ് ബീൻ റീവർക്ക്ഡ് വിത്ത് എ ക്ലീനർ ലുക്ക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഫോർ ഈസി യൂസ്. അതായത് നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അത് ആക്ച്വലി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കുറച്ച് സെലക്റ്റഡ് ആപ്പുകളിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഉള്ളൂ. അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻസ് ദാറ്റ് ആർ ഫ്രീക്വൻലി ഇൻട്രാക്റ്റഡ് വിത്ത് മേ ബി സജസ്റ്റഡ് ടു ബി, അതായത് എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഫ്രീക്വൻലി ഇൻട്രാക്ഷൻസ് വരുന്നത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തെന്ന് പറയുന്നുണ്ട്. പിന്നെ ജനറേറ്റീവ് റിംഗ് ടോൺ ഇസ് നൗ അവൈലബിൾ ഓഫറിംഗ്, അതായത് നമ്മുടെ ഗ്ലിഫ് പാറ്റേൺ അനുസരിച്ച് റിംഗ് ടോൺ വരുന്നല്ലോ, അത് കുറച്ചുകൂടി അത് ജനറേറ്റ് ചെയ്യാനുള്ള റിംഗ് ടോൺ ആ ഫീച്ചർ അവൈലബിൾ ആയിരുന്നു പറയുന്നുണ്ട്. പിന്നെ കോളർ ആൻഡ് ചാർജിങ് പ്രോഗ്രസ് ക്യാൻ നൗ ബി ഷോൺ ഇൻ ദ ഗ്ലിഫ് മാറ്റർ ബൈ ഷേക്കിംഗ് യുവർ ഫോൺ. അതായത് ഇങ്ങനെ ഷേക്ക് ചെയ്ത് വരുന്നതാണ് പറയുന്നത്. ഇവിടെ വന്നിട്ടില്ലല്ലോ, അതാ വരുന്നുണ്ട്. അപ്പോൾ കോളർ ആൻഡ് ഇത് ഒറ്റടിക്ക് ഷേക്ക് ആകുമ്പോൾ വരുന്നില്ലടാ. കോളർ ആൻഡ് ചാർജിങ് പ്രോഗ്രസ് ഇത് വേറെ ആട്ടെ. ചാർജിങ് പ്രോഗ്രസ് നമ്മൾ ചാർജ് കുത്തിയാലേ വരുള്ളൂ. എന്തായാലും നമുക്കൊന്ന് കുത്തിയേക്കാം. നമ്മുടെ സാംസങ്ങിൻ്റെ പവർ ബാങ്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാ ഇത് കാണിക്കുന്നുണ്ട് എത്ര ഉണ്ടെന്ന് കണ്ടു. പകുതി ചാർജ് ആയിപ്പോൾ 47%. ഞാൻ ഈ ക്ലോക്ക് ഓൾവേസ് ഓൺ ആക്കിയിട്ടൊക്കെയാണ്. അത് മാത്രമല്ലാണ്ട് ഈ നമ്മുടെ ഡിസ്പ്ലേയും ഓൾവേസ് ഓണാണ്. വരുന്നുണ്ട് കേട്ടോ, അത് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഇത് ചാർജ് വരാം. വീഡിയോ കഴിഞ്ഞിട്ട് കുത്താം നമുക്ക്. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 day ഒക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നത് പുതിയ ഡിവൈസ് ആണല്ലോ, 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഒപ്റ്റിമൈസ് ആവാൻ ടൈം എടുക്കും. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് അപ്ഡേറ്റ് വന്നെങ്ങനെ നോക്കി നോക്കാം. പിന്നെ ഗ്ലിഫ് മാട്രിക്സിൽ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ന്യൂ ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട്. അതായത് ബ്രത്ത് ബ്രേക്ക് വിഡ്ജറ്റ്സ് ആർ നൗ അവൈലബിൾ ഇൻ ദ വിഡ്ജറ്റ് ഡ്രോയർ. അതായത് ഒരു പുതിയ വിഡ്ജറ്റ് ആഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് എക്സസൈസിൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു വിഡ്ജറ്റ് ആഡ് ആയിട്ടുണ്ട്. പിന്നെ ലൈവ് അപ്ഡേറ്റ്സ് നൗ വർക്ക് അക്രോസ് വേരിയസ് സീൻ സച്ച് ആസ് നമ്മുടെ അപ്ഡേറ്റ്സുകൾ വരില്ലേ, നമ്മുടെ അതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സുകൾ നമുക്ക് ഇനി ലോക്ക് സ്ക്രീനിലും നോട്ടിഫിക്കേഷൻ പാനലിലും ഗ്ലിംഫ് ഇൻ്റർഫേസിലും ട്രാക്കിംഗ് റിയൽ ടൈം പ്രോഗ്രസ് നമുക്ക് ഗൂഗിൾ മാപ്സ് അടക്കം നമുക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടോ. പിന്നെ സ്റ്റാറ്റസ് ബാർ നൗ ഡിസ്പ്ലേസ് ഡെഡിക്കേറ്റഡ് ഐക്കൺ ഓഫ് നത്തിങ് ഹെഡ്ഫോൺ. അതിൻ്റെ നത്തിങ് ഹെഡ്ഫോൺ ഇല്ല. നത്തിങ് ഹെഡ്ഫോണിന് ഒരു സെപ്പറേറ്റ് വേറെ ആപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ അനൗൺസ് ചെയ്ത് കളഞ്ഞു. ജനറലി നത്തിങ് ഹെഡ്ഫോൺ ഇല്ല. പിന്നെ എസെൻഷ്യൽ ആപ്പ് നൗ ഫീച്ചേഴ്സ് എ റെക്കമെൻഡേഷൻ സെക്ഷൻ ഇൻ ദ വിഡ്ജറ്റ് ഡ്രോയർ. എസെൻഷ്യൽ ആപ്പിൽ നമുക്കൊരു സെപ്പറേറ്റ് ഒരു എന്താ പറയുക റെക്കമെൻഡേഷൻ സെക്ഷൻ. എനിക്കിഷ്ടമല്ല റെക്കമെൻഡേഷൻ്റെ പരിപാടി, ആഡ് പോലത്തെ പരിപാടിയാണ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അത് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ വിഷ്വൽ എൻഹാൻസ്മെൻറ്റും വന്നിട്ടുണ്ട്. അതായത് ഇൻട്രൊഡ്യൂസ്ഡ് ദ ലോക്ക് സ്ക്രീൻ ക്ലോക്ക് ഫേസ് ഫ്രം ഫോൺ 3A കമ്മ്യൂണിറ്റി എഡിഷൻ. അതായത് ഒരു പുതിയ ക്ലോക്ക് ഫേസ് ലോക്ക് സ്ക്രീനിൽ വന്നിട്ടുണ്ടെന്നാണ്. പിന്നെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ നൗ സപ്പോർട്ട് ഡെപ്ത് ഇഫക്റ്റ്. ബീറ്റ സ്റ്റേജിലാണ്. നമ്മുടെ സാംസങ്ങിലൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഡെപ്ത് ഇഫക്റ്റ് വരുന്നത് ആ പരിപാടി അതിലേക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ബീറ്റ സ്റ്റേജിലാണ് പക്ഷേ. പിന്നെ അപ്ഡേറ്റഡ് ദ ലോക്ക് സ്ക്രീൻ പാസ്വേഡ് പേജ് വിത്ത് വാൾപേപ്പർ ബ്ലൂ. അതായത് നമ്മുടെ ഇത് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടില്ല. അതിങ്ങനെ മുകളിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ആ ഡെപ്ത് അത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണുന്നതായിരിക്കും. ഇതിലായാലും വരും, പാസ്വേഡിലായാലും വരും, പിന്നായാലും വരും. പിന്നെ റീഡിഫൈൻ ദ സ്പേസിംഗ് ഓഫ് സ്റ്റാറ്റസ് ബാർ ഐക്കൺ, അത് റീഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഐക്കൺസ്. ക്യാമറ എൻഹാൻസ്മെന്റ് വന്നിട്ടുണ്ട്. അത് നത്തിങ് 4A സീരീസിലും ക്യാമറ എൻഹാൻസ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് 2 വന്നിട്ടുണ്ട്. ബാക്കി ഈ ഈ പറഞ്ഞ ബാക്കി ഫീച്ചേഴ്സ് ഒന്നും നത്തിങ് 4A സീരീസിൽ ഇല്ല. എന്ന് വെച്ചാൽ ഒന്നാമത്തെ ആദ്യത്തെ ഗ്ലിഫ് ഇന്റർഫേസ് എന്തായാലും അതിലില്ലല്ലോ. ഇനി എന്തൊക്കെ ക്യാമറ എൻഹാൻസ്മെന്റ് വന്നിട്ട് നോക്കി നോക്കാം. പ്ലേഗ്രൗണ്ട് സിങ്ക്രണൈസേഷൻ വന്നിട്ടുണ്ട്. അതായത് വൺ ടാപ്പ് ഇമ്പോർട്ട് ഓഫ് പ്രീസെറ്റ് ഫ്രം പ്ലേ സ്റ്റോർ പ്ലേഗ്രൗണ്ട് ഡയറക്ട്ലി ഇൻ ടു ദ ക്യാമറ ആപ്പ്. അത് നമുക്ക് വലിയ സംഭവമുള്ളതല്ല. ഇമേജ് ക്വാളിറ്റി എൻഹാൻസ് എക്സ്പോഷറും കളർ ആക്യുറസിയും HDR പ്രോസസ്സിങ്ങും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ പവർ സേവിംഗ് റെക്കോർഡിംഗ്, അതായത്
സ്ക്രീൻ ഓട്ടോ ഡിം ഡ്യൂറിങ് ഐഡിയൽ വീഡിയോ റെക്കോർഡിംഗ്. അത് നമ്മുടെ എന്താ പറയുക സ്ക്രീൻ റെക്കോർഡ് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കുറയുന്ന പരിപാടിയാണ്. അതും ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചറായിട്ട്. പിന്നെ ഒരു ന്യൂ പ്രീസെറ്റ് വന്നിട്ടുണ്ട്. അതായത് ആംബർ എന്ന് പറഞ്ഞൊരു പ്രോട്ടൈറ്റ് പ്രീസെറ്റ് മോഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ള പ്രീസെറ്റ് മോഡിലൊരു പുതിയ ഇലക്ഷൻ്റെ മാങ്ങാത്തല കൊണ്ട് സൗണ്ട് ജനറൽ ഇംപ്രൂവ്മെൻറ്റും ബഗ് ഫിക്സസുകളും വന്നിട്ടുണ്ട്. അതായത് പിന്നെ നമുക്ക് ഒപ്റ്റിമൈസ്ഡ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇൻ റെക്കോർഡിംഗ് ആപ്പിൽ ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിമൈസ്ഡ് ഡ്യുവൽ സിം ഇൻസ്ട്രക്ഷൻ ഫോർ ബെറ്റർ ക്ലാരിറ്റി ആൻഡ് ഈസ് ഓഫ് യൂസ്, അതിലും ബഗ് ഫിക്സ് ആണ് ഇഷ്യൂസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒപ്റ്റിമൈസ്ഡ് സെർച്ചിങ് സ്പീഡ് ഫോർ നിയർ ബൈ അവൈലബിൾ വൈഫൈ സ്പീഡ് കണക്ട് ചെയ്യാനുള്ള വൈഫൈ സെർച്ചിങ് സ്പീഡും സംഭവങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻഹാൻസ്ഡ് ഓവറോൾ സിസ്റ്റം സ്റ്റെബിലിറ്റി ആൻഡ് സ്മൂത്ത്നെസ്, അത് നമുക്ക് എല്ലാ സിസ്റ്റം അപ്ഡേറ്റ്സിലും ഉള്ള സംഭവം തന്നെയാണ്. പിന്നെ മാർച്ച് 2026 സെക്യൂരിറ്റി വാച്ചർ അപ്ഡേറ്റിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വിക്ക് സെറ്റിംഗ്സിലും സ്റ്റാറ്റസ് ബാറിലും ഉണ്ടായിരുന്ന അബ്നോർമൽ ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ടെന്നല്ലോ, അതും ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് പുതിയ നമ്മുടെ 4A Pro സീരീസിൽ വന്നിങ്ങനെ അപ്ഡേറ്റ്സുകൾ കേട്ടോ. അപ്പോൾ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് നല്ലപോലെ മെച്ചപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക എസ്പെഷ്യലി HDR റെക്കോർഡിംഗ് ഒക്കെ നല്ലപോലെ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നത്തിങ് അത്യാവശ്യം നല്ലപോലെ അപ്ഡേറ്റ്സ് പുഷ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് വരുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് എസ്പെഷ്യലി നിങ്ങളുടെ ഫോൺ വാറണ്ടിയിലൊക്കെ ആണെങ്കിൽ റെഗുലറായിട്ട് ചെയ്യാൻ മറക്കണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് അതിൽ സെക്യൂരിറ്റി പേജ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ ഈ എന്താ പറയുക എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ എന്താ പറയുക ഈ ഫ്രോഡ്സ്റ്റർക്കും സ്കാംസ്റ്റർക്കും ഒക്കെ നമ്മുടെ ഫോണിലേക്ക് കയറാനുള്ള ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ് ഈ സെക്യൂരിറ്റി പേജ് അപ്ഡേറ്റിൽ മെയിനായിട്ട് വരിക. അപ്പോൾ അത് ചെയ്യേണ്ടത് വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. പിന്നെ ഇപ്പോൾ ഡിസ്പ്ലേ ഇഷ്യൂ ഇപ്പോൾ അങ്ങനെ എല്ലാത്തിലും വരുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ സാംസങ് ആയിക്കോട്ടെ S24 സീരീസിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. റിപ്പോർട്ടൊന്നും ആയിട്ടില്ല ഇതുവരെയായിട്ട്. S23 സീരീസോടുകൂടി കഴിഞ്ഞൊന്നുണ്ട് ആ പരിപാടി എന്തായാലും. അപ്പോൾ എന്തായാലും നിങ്ങൾ നത്തിങ് ഫോൺ 4A Pro യൂസർ ആണെങ്കിലും 4A സീരീസ് യൂസർ ആണെങ്കിലും അപ്ഡേറ്റ്സ് ഒന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് പോകുന്നുണ്ട്. അടുത്ത് കാണാം.